ഈ ലോകത്ത് ചില സ്ഥലങ്ങളുണ്ട്. അവിടെ ഭൂതകാലം ഒരു ഭാരമായി തൂങ്ങിക്കിടക്കുന്നു. അവിടുത്തെ മന്ദിരകളിൽ പോലും ഭയം കലർന്നിരിക്കും. അമേരിക്കയിലെ അരിസോണയിൽ സോനോറൻ മരുഭൂമിയിൽ അത്തരമൊരു സ്ഥലമുണ്ട്. വെൾച്ചർ മൈൻ. മരുഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന ചൂടിലും ഈ ഉപേക്ഷിക്കപ്പെട്ട ഖനി ഒരു തണുത്ത രഹസ്യം ഒളിപ്പിക്കുന്നു. 1863 ഇവിടം കണ്ടെത്തിയത് ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്രയുള്ള സ്വർണമായിരുന്നു. എന്നാൽ ഈ സ്വർണം വെളിച്ചം കണ്ടത് കണ്ണീരും ചോരയും അകാല മരണങ്ങളും നൽകിയിട്ടാണ്. ഇതൊരു സാധാരണ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലമല്ല. ഇവിടെ പണിത കെട്ടിടങ്ങളിൽ നിന്നും അദൃശ്യമായ സാന്നിധ്യങ്ങൾ ചുറ്റിത്തിരിയുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ ഖനിയുടെ ചരിത്രം പോലെ തന്നെ ഇവിടുത്തെ പ്രേതബാധകളും അവിശ്വസനീയമാണ്. ഇന്ന് നമ്മൾ വെൾച്ചർ മൈനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. സ്വർണത്തിന്റെ തിളക്കവും ദുരൂഹതയുടെ ഇരുട്ടും നിറഞ്ഞ ആ ഭൂതകാലത്തിലേക്ക്. ധൈര്യമുണ്ടെങ്കിൽ കൂടെ വരിക. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൾച്ചർ മൈനിന്റെ കഥ ആരംഭിക്കുന്നത് 1863 ഹെൻറി വിക്കൻബർഗ് എന്ന സാഹസികനായ വ്യക്തിയാണ് ഈ ചരിത്രത്തിന് തിരികൊളുത്തിയത്. മരുഭൂമിയിൽ അലഞ്ഞു തിരിയുന്നതിനിടയിൽ ഒരു കഴുകൻ ഇരിക്കുന്നതായി തോന്നിക്കുന്ന ഒരു കറുത്ത ക്വാർട്സ് പാറക്കല്ല് അദ്ദേഹം ശ്രദ്ധിച്ചു. ആ പാറ പൊട്ടിച്ചു നോക്കിയപ്പോഴാണ് ലോകം കണ്ട ഏറ്റവും വലിയ സ്വർണ്ണശേഖരങ്ങളിൽ ഒന്ന് അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തിരിച്ചറിയുന്നത്. അരിസോണയിലെ ഏറ്റവും വലിയ സ്വർണ്ണഖനിയായി ഇത് മാറി. ഇവിടെ നിന്നും ഏകദേശം $200 മില്യൺ മൂല്യമുള്ള സ്വർണം കുഴിച്ചെടുത്തു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്നത്തെ മൂല്യം ഇതിലും എത്രയോ വലുതാണ്. വിക്കൻബർഗ് പട്ടണം രൂപം കൊണ്ടത് ഈ ഖനിയെ ചുറ്റിപ്പറ്റിയാണ്. ആയിരക്കണക്കിന് ആളുകൾ സമ്പത്തും ഭാഗ്യവും തേടി ഇവിടേക്ക് ഒഴുകിയെത്തി. ഖനി അതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ നടത്തിയത് 1863 മുതൽ 1942 വരെയാണ്. ഇവിടെ ഏകദേശം 5000 തൊഴിലാളികൾ വരെ ജോലി ചെയ്തിരുന്നു. മിക്കവരും മെക്സിക്കൻ കുടിയേറ്റക്കാരോ യൂറോപ്യൻ കുടിയേറ്റക്കാരോ ആയിരുന്നു. മരുഭൂമിയിലെ അസഹ്യമായ ചൂട്, അപകടകരമായ ജോലി സാഹചര്യങ്ങൾ, ജലക്ഷാമം, രോഗങ്ങൾ എന്നിവ കാരണം തൊഴിലാളികൾ വലിയ ദുരിതങ്ങൾ അനുഭവിച്ചു. നിരവധി മരണങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. സ്വർണത്തിന്റെ അളവ് കുറഞ്ഞതോടെ 1942 US ഗവൺമെന്റ് ഖനിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ ഉത്തരവിട്ടു. ഈ ഖനിയുടെ സ്ഥാപകനായ ഹെൻറി വിക്കൻബർഗിന്റെ ജീവിതം ദുരന്തത്തിലായിരുന്നു. സ്വർണ്ണഖനി നിയമപരമായ തർക്കങ്ങളിലൂടെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. 1905 അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ മരണം ഇന്നും ഒരു ദുരൂഹതയായി അവശേഷിക്കുന്നു. ഖനിയുടെ നിയമപരമായ പ്രശ്നങ്ങളും തർക്കങ്ങളും കാരണം ധാരാളം തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളം പോലും ലഭിച്ചില്ല. ഈ അനീതിയും ദുരിതവും ഈ സ്ഥലത്തിന്റെ ഭീകരമായ അന്തരീക്ഷത്തിന് കാരണമായെന്നും പറയപ്പെടുന്നു. ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്വർണം അതിൻ്റെ തിളക്കത്തിന് അപ്പുറം അത്യാഗ്രഹത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒരു ഇരുണ്ട വശം കൂടി ഒളിപ്പിക്കുന്നുണ്ടെന്നാണ്. ഈ ഖനിയുടെ ഭിത്തികളിൽ ഇന്നും ആ കഷ്ടപ്പാടുകളുടെ അലകൾ മുഴങ്ങുന്നുണ്ടാവാം. വെൾച്ചർ മൈൻ ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. എന്നാൽ ലോകമെമ്പാടുമുള്ള പ്രേതവേട്ടക്കാർക്കും പാരാനോർമൽ ഗവേഷകർക്കും ഇതൊരു പറുദീസയാണ്. ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ കേട്ടാൽ ആരും ഞെട്ടിപ്പോകും. ഈ ഖനിയിൽ നിയമപരമായും അല്ലാതെയും 18 പേരെ തൂക്കിലേറ്റി കൊന്നിട്ടുണ്ട്. ഇവിടെ നിന്നും കരച്ചിലും നിലവിളികളും കേൾക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. ആണില്ലാത്തപ്പോഴും ഈ മരത്തിൽ എന്തോ ഒന്ന് തൂങ്ങിയാടുന്നതിൻ്റെ നിഴൽ കണ്ടതായി ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഖനിയുടെ സ്ഥാപകനായ ഹെൻറി വിക്കൻബർഗിന്റെ ആത്മാവ് തൻ്റെ നഷ്ടപ്പെട്ട സമ്പത്തിൽ ദുഃഖിതനായി ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. ഖനിയുടെ മുൻഭാഗത്തും അദ്ദേഹം താമസിച്ചിരുന്ന കെട്ടിടത്തിന് സമീപവും അദ്ദേഹത്തിന്റെ രൂപം കണ്ടതായി പലരും അവകാശപ്പെടുന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒന്നാണ് വണ്ടിപ്പുരയിലെ നിഴലുകൾ. ഈ പഴയ തൊഴിലാളി ബാരക്കിലാണ് ഏറ്റവും കൂടുതൽ പ്രേതാനുഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വാതിലുകൾ തനിയെ തുറക്കുക, അടയ്ക്കുക, മനുഷ്യശബ്ദം, ചുമ, കിംവദന്തികൾ എന്നിവ കേൾക്കുക. തൊഴിലാളികളുടെ നിഴലുകൾ ചുവരുകളിൽ കാണുക. ചിലപ്പോൾ കാൽപ്പാടുകൾ കേൾക്കാമെങ്കിലും ആരെയും കാണാനുണ്ടാവില്ല. പ്രേതവേട്ടക്കാർ ഇവിടെ റെക്കോർഡ് ചെയ്ത ഓഡിയോ ട്രാക്കുകളിൽ ഗെറ്റ് ഔട്ട്, ഹെൽപ്പ് മീ തുടങ്ങിയ വ്യക്തമായ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടത്രേ. ചില ഉപകരണങ്ങളിൽ താപനിലയിലോ അല്ലെങ്കിൽ വൈദ്യുത കാന്തിക മണ്ഡലത്തിലോ പെട്ടെന്നുള്ള മാറ്റങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. ഇതിന് പിന്നിൽ മനുഷ്യന്റെ സാന്നിധ്യമല്ല, മറിച്ച് അതീന്ദ്രിയ ശക്തികളാണ് എന്നാണ് വിശ്വാസം. ചില സന്ദർശകർക്ക് അവരുടെ തോളിലോ പുറകിലോ ആരോ തട്ടുന്നത് പോലെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചിലർക്ക് ചൂടോ തണുപ്പോ പെട്ടെന്ന് അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വെൾച്ചർ മൈനിലെ ഓരോ കല്ലിലും ഓരോ കഥ പറയാനുണ്ട്. അത് സ്വർണം തേടി വന്നവരുടെ ദുരിതകഥയാകാം, അല്ലെങ്കിൽ അന്യായമായി തൂക്കിലേറ്റപ്പെട്ടവരുടെ പ്രതികാരത്തിന്റെ കഥയാകാം. എന്തായാലും ഈ സ്ഥലം അമാനുഷിക ശക്തികളുടെ ഒരു താവളമായി തുടരുന്നു. വെൾച്ചർ മൈനിന്റെ കഥ അത്യാഗ്രഹത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ഒരു നേർചിത്രമാണ്. ഒരു വശത്ത് രാജ്യത്തിന് സമ്പത്ത് നൽകിയ വലിയൊരു സ്വർണ്ണഖനിയുടെ മഹത്വം, മറുവശത്ത് ദുരിതം അനുഭവിച്ച ആയിരക്കണക്കിന് തൊഴിലാളികളുടെ വേദനയും നിസ്സഹായതയും. ഇന്ന് ഈ ഖനി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നിലനിൽക്കുമ്പോൾ ചരിത്രവും പ്രേതബാധകളും ഇവിടെ ഒന്നിച്ചു ചുറ്റുന്നു.
ഇവിടെ നടന്ന മരണങ്ങൾക്ക് പിന്നിലെ ദുരൂഹതകളും തൊഴിലാളികൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും കാരണം വെൽച്ചർ മൈൻ ഇന്നും ഒരു ശാന്തമല്ലാത്ത സ്ഥലമായി തുടരുന്നു. നിങ്ങൾ ചരിത്രത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ പ്രേതങ്ങളിൽ വിശ്വസിക്കുന്നവരാകട്ടെ, വെൽച്ചർ മൈൻ നിങ്ങളെ പേടിപ്പെടുത്തും. ഒരു പക്ഷേ ആ പഴയ തൊഴിലാളികൾ ഇപ്പോഴും അവരുടെ സ്വർണവും നീതിയും തേടി ഇവിടെ അലഞ്ഞു നടക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വെൽച്ചർ മൈൻ സന്ദർശിക്കാൻ അവസരം ലഭിച്ചാൽ നിങ്ങൾ ധൈര്യസമേതം അവിടേക്ക് പോകുമോ? അതോ ഇരുട്ടിൽ ഒളിച്ചിരിക്കുന്ന നിഴലുകളെ ഭയന്ന് പിന്മാറുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.